ക്രിസ്തു യേശുവിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനങ്ങൾ. ക്രിസ്തീയ സഹോദരിയുടെ വചന സന്ദേശം എന്ന ഈ ശുശ്രൂഷയിൽ പങ്കാളിയാകുവാൻ ദൈവം അവസരം തന്നതോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അതോടൊപ്പം തന്നെ ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ക്രിസ്തീയ സഹോദരിയുടെ ഉത്തരവാദിത്തപ്പെട്ടവരോടുള്ള നന്ദിയെയും അറിയിക്കുന്നു. ഇന്നത്തെ ചിന്തയ്ക്കായി സങ്കീർത്തനം 139 7 വാക്യം വായിക്കാൻ ആഗ്രഹിക്കുന്നു. നിന്റെ ആത്മാവിനെ ഒളിച്ച് ഞാൻ എവിടേക്ക് പോകും? തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും? നമുക്കറിയാം, ദാവീദിന്റെ ഒരു സങ്കീർത്തനമാണിത്. ദാവീദ് ദൈവത്തിന്റെ സർവ്വവ്യാപിത്വത്തെ പറ്റി മനസ്സിലാക്കി ദാവീദ് പറയുകയാണ്, തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും. എന്നെ ചിന്തിപ്പിച്ച ഒരു ഭാഗം അതാണ്. തിരുസന്നിധി വിട്ട് ഞാൻ എവിടേക്ക് ഓടും. ദാവീദ് മനസ്സിലാക്കുന്നു, ദൈവത്തിൽ നിന്ന് ഓടി ഒളിക്കുവാൻ, അല്ലെങ്കിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുവാൻ തനിക്ക് സാധിക്കില്ല. ദാവീദിനെ നമുക്കെല്ലാവർക്കും പരിചിതമാണ്. ദൈവം തിരഞ്ഞെടുത്തവനാണ് ദാവീദ്. ഇസ്രായേലിന്റെ രാജാവായി ദൈവം തിരഞ്ഞെടുത്തവനാണ്. ദാവീദിന്റെ നന്മ കൊണ്ടോ ദാവീദിന്റെ ഗുണം കൊണ്ടോ അല്ലെങ്കിൽ ദാവീദിന്റെ ബലം കൊണ്ടോ ഒന്നുമല്ല ദാവീദ് ഇസ്രായേലിന്റെ രാജാവായത്. ദൈവം അവനെ തിരഞ്ഞെടുത്തതാണ്. അവന്റെ സഹോദരന്മാർ അവനിലും ബലവാന്മാരും ശക്തിയേറിയ സഹോദരന്മാർ അവനുണ്ടായിരുന്നു. എന്നാൽ വെറും ആട്ടിടയനായ തന്നെ ദൈവം തിരഞ്ഞെടുക്കുന്നു. ആ ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുവാൻ തനിക്ക് സാധിക്കില്ല എന്ന ബോധ്യം ദാവീദിനുണ്ടാകുന്നു. ദൈവം സർവ്വവ്യാപിയാണ്. ദൈവത്തിന്റെ ആ ക്വാളിറ്റിയെ മനസ്സിലാക്കുന്നു. ദൈവസന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുവാൻ തനിക്ക് ഒരിക്കലും സാധ്യമല്ല എന്ന് മനസ്സിലാക്കുന്നു. ഈ ഭാഗം എന്നെ ചിന്തിപ്പിച്ചു. പലപ്പോഴും നമ്മളും അങ്ങനെയാണോ? ദൈവസന്നിധി വിട്ട് ഓടി ഒളിക്കാൻ ശ്രമിക്കാറുണ്ടോ? നമ്മുടെ ആവശ്യങ്ങൾക്കായിട്ട്, നമ്മുടെ സന്തോഷങ്ങൾക്കായിട്ട് ദൈവസന്നിധിയിൽ നിന്ന് അകന്നു പോകുന്നവരാണോ നമ്മൾ? അങ്ങനെയാണെങ്കിൽ നമുക്കൊന്ന് ചിന്തിക്കാം, നാം ആരായിരുന്നു? നാം പാപികളായിരുന്നു, ദോഷികളായിരുന്നു, നരകത്തിന് യോഗ്യരായവരായിരുന്നു. എന്നാൽ അവിടെ നിന്ന് ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്. ദൈവത്തിന്റെ സ്വന്തം മക്കളാക്കി തീർത്തു. എത്രയോ വലിയൊരു പദവിയാണ് ദൈവം നമുക്ക് തന്നത്. ആ ദൈവത്തിന്റെ സന്നിധിയിൽ നിന്ന് ഓടി ഒളിക്കുവാനാണോ നമ്മൾ ശ്രമിക്കുന്നത്? അത് എത്രയോ വലിയ ഭോഷത്വമാണ്, എത്രയോ വലിയ മണ്ടത്തരമാണ്, അല്ലേ? ദൈവത്തിന്റെ മക്കളാണ് നമ്മൾ. അവിടെ നിന്ന് നമുക്ക് ഓടി ഒളിക്കാൻ സാധിക്കുമോ? ദാവീദിനെ പോലെ ബോധ്യമുള്ളവരായി തീരാം. തിരുസന്നിധി വിട്ട് എനിക്ക് എവിടെയും പോകാൻ സാധിക്കില്ല എന്നുള്ള ആ ബോധ്യം നമുക്കും ഉണ്ടാകാം. ഒരു കഥാപാത്രത്തെയും കൂടി നമുക്കൊന്ന് ഒരുമിച്ച് ചിന്തിക്കാം. നമുക്ക് എല്ലാവർക്കും പരിചിതമാണ് യോന. നമ്മൾ നമ്മുടെ ചെറിയ പ്രായം മുതൽ, സൺഡേ സ്കൂൾ മുതൽ പഠിക്കുന്നതാണ് യോനയുടെ കഥ, അല്ലെ? യോന എന്ത് ചെയ്യുന്നു? യോനയെ പറ്റിയുള്ള ദൈവഹിതം എന്തായിരുന്നു, ദൈവ ഇഷ്ടം എന്തായിരുന്നു എന്ന് യോനയുടെ പുസ്തകം 1-ാം അധ്യായം 2-ാം വാക്യത്തിൽ നമുക്ക് കാണാൻ സാധിക്കും. മഹാനഗരമായ നിനവയിലേക്ക് ചെന്ന് അതിന് വിരോധമായി പ്രസംഗിക്കുക. അവിടുത്തെ ജനങ്ങളുടെ ദുഷ്ടത യോനയ്ക്ക് അറിയാമായിരുന്നു. യോന തെരഞ്ഞെടുത്തത് എന്താണ്? ദൈവഹിതമാണോ യോന തെരഞ്ഞെടുത്തത്? അല്ല. യോന എന്ത് ചെയ്യുന്നു? 3-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്, എന്നാൽ യോന യഹോവയുടെ സന്നിധിയിൽ നിന്ന് തർശീഷിലേക്ക് ഓടിപ്പോകേണ്ടതിന് പുറപ്പെട്ടു. യോന സേഫ് സൈഡ് തെരഞ്ഞെടുക്കുകയാണ്. താൻ ദുഷ്ടത നിറഞ്ഞ നിനവേക്കാരുടെ മധ്യയിലേക്ക് പോകാൻ ആഗ്രഹിക്കുന്നില്ല. താൻ സേഫായിട്ട് കപ്പലിൽ കിടന്നുറങ്ങാനാണ് ആഗ്രഹിക്കുന്നത്. ദൈവഹിതം യോനയെ പറ്റിയുള്ളത് അങ്ങനെ ആയിരുന്നില്ല. നമുക്ക് കാണാൻ സാധിക്കും. ആ ഭാഗങ്ങൾ നമുക്ക് വളരെ പരിചിതമാണ്. എന്നാൽ അവിടെ സേഫായിട്ട് കിടന്നുറങ്ങാൻ, സുഖമായിട്ട് കിടന്നുറങ്ങുവാൻ ദൈവം അനുവദിക്കുന്നില്ല. ദൈവം എന്ത് ചെയ്യുന്നു? ദൈവം യോനയെ മത്സ്യത്തിന്റെ വയറ്റിൽ എത്തിക്കുന്നു. അവിടെ കിടന്ന്, മത്സ്യത്തിന്റെ വയറ്റിൽ കിടന്ന് യോന പ്രാർത്ഥിക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ദൈവഹിതം യോനയിലൂടെ നിറവേറുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. 3-ാം അധ്യായത്തിന്റെ 10-ാം വാക്യത്തില് നമുക്കറിയാം, നിനവേക്കാരുടെ ദുർമാർഗം വിട്ടുതിരിഞ്ഞു എന്ന് ദൈവം കണ്ടു. അവരുടെ പ്രവർത്തികളാൽ കണ്ടപ്പോൾ താൻ അവർക്ക് വരുത്തും എന്ന് അരുളി ചെയ്തിരുന്ന അനർത്ഥത്തെക്കുറിച്ച് ദൈവം അനുതപിച്ച് അത് വരുത്തിയതുമില്ല. നിനവയിലുള്ള ജനങ്ങള് അവരുടെ നല്ല പ്രവൃത്തി കണ്ട് ദൈവം സന്തോഷിക്കുന്നു. യോനയിലൂടെ ദൈവം പ്രവർത്തിക്കുന്നു. എന്നാൽ യോന എന്താണ് ചെയ്തത്? യോന ഓടി ഒളിക്കാൻ ശ്രമിക്കുകയാണ്. പക്ഷെ ഒരിക്കലും യോനയ്ക്ക് അത് സാധിച്ചില്ല. നമുക്ക് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കാം. നമുക്ക് ദൈവം തന്നിരിക്കുന്ന ഉത്തരവാദിത്തങ്ങൾ അത് എത്രയോ വലുതാണ്, അല്ലേ?
ആ ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഓടി ഒളിക്കുന്നവരാണോ നമ്മളും സേഫ് സോൺ ആണോ തിരഞ്ഞെടുക്കുന്നത്? നമ്മളും കപ്പലിൽ കിടന്ന് സുഖമായിട്ട് ഉറങ്ങുവാനാണോ ശ്രമിക്കുന്നത്? എന്നാൽ അതല്ല ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ദൈവഹിതം നമ്മളിലൂടെ നിറവേറണം. ദൈവ ഇഷ്ടം നമ്മളിലൂടെ നിറവേറണം. നമുക്ക് മുന്നിൽ സമയം അധികമില്ല. കർത്താവിന്റെ വരവ് ആസന്നമായിക്കൊണ്ടിരിക്കുകയാണ്. ദൈവഹിതം നമ്മളിലൂടെ നിറവേറട്ടെ. ദൈവം എന്താണ് നമ്മളെപ്പറ്റി ആഗ്രഹിക്കുന്നത്, ദൈവ ഇഷ്ടം എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് ദൈവത്തോട് ചേർന്ന് ജീവിക്കാം. ദൈവഹിതം നമ്മളിലൂടെ നിറവേറേണ്ടതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ സമർപ്പിക്കാം, താഴ്ത്തി ഭരമേൽപ്പിക്കാം. ദൈവഹിതം നമ്മളിലൂടെ നിറവേറട്ടെ. തിരുസന്നിധി വിട്ട് ഓടിപ്പോകാൻ നമുക്ക് സാധിക്കില്ല. നമ്മളെ പറ്റിയുള്ള ദൈവഹിതം നമ്മളിലൂടെ നിറവേറേണ്ടതിനായിട്ട് നമുക്ക് താഴ്മയോടുകൂടെ ആയിരിക്കാം. ഒരു കഥാപാത്രത്തെയും കൂടി നമുക്ക് ശ്രദ്ധിക്കാം. രൂത്ത്. നമുക്കെല്ലാവർക്കും പരിചിതമാണ് രൂത്തിനെ നമുക്കറിയാം. താൻ അന്യദേശക്കാരിയായിരുന്നു, മോവാബ് ദേശക്കാരിയായിരുന്നു. താൻ വിവാഹം കഴിച്ചു വന്ന ഭവനത്തിൽ ഇസ്രായേലിന്റെ ദൈവത്തെ പറ്റി അറിയുകയും ചെയ്തിട്ടുണ്ടാകണം. തൻ്റെ മുമ്പിലുള്ള സാഹചര്യങ്ങളൊക്കെ പ്രതികൂലമാണ്. തൻ്റെ സഹോദരി, താൻ വിവാഹം കഴിച്ചു വന്ന ഭവനത്തിലെ ആണുങ്ങളെല്ലാം മരണപ്പെടുന്നു. താനും നവോമിയും മാത്രം ശേഷിക്കുന്നു. തൻ്റെ സഹോദരി ഓർപ്പ വീണ്ടും തൻ്റെ ജനത്തിന്റെ അടുക്കിലേക്ക് മടങ്ങി ചെല്ലുന്നു. തനിക്കും പോകാമായിരുന്നു, ഇസ്രായേലിന്റെ ദൈവത്തെ വിട്ട് തനിക്കും അകലാമായിരുന്നു. എന്നാൽ 1:16 വാക്യത്തിൽ രൂത്ത് പറയുന്ന വാക്കുകൾ വളരെ ശ്രദ്ധയാകർഷിക്കുന്നതാണ്. നിന്റെ ദൈവം എൻ്റെ ദൈവം. നവോമിയോട് ചേർന്ന് നിന്ന് പറയുകയാണ്, നിന്റെ ദൈവം എൻ്റെ ദൈവം. ഈ ഇസ്രായേലിന്റെ ദൈവത്തെ വിട്ടകലുവാൻ ഇനി ഞാൻ തയ്യാറല്ല. നിന്റെ ദൈവം എൻ്റെ ദൈവം. നാമും അങ്ങനെ ആണോ? ഏത് സാഹചര്യത്തിലും നമ്മുടെ ജീവിത സാഹചര്യങ്ങൾ പ്രതികൂലമായിരിക്കാം, നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ വളരെ പ്രതികൂലമായിരിക്കാം. എന്നാൽ ധൈര്യത്തോടെ, നമുക്ക് ഉത്സാഹത്തോടെ എൻ്റെ ദൈവം, ഇസ്രായേലിന്റെ ദൈവം എൻ്റെ ദൈവമാണെന്ന് പറയാനുള്ള ധൈര്യം നമുക്കുണ്ടോ? ആ ദൈവത്തെ മുറുകെ പിടിക്കുവാനുള്ള ധൈര്യം നമുക്കുണ്ടോ? രൂത്തിനെ പോലെ നമുക്കുമായി തീരാം. ഏത് സാഹചര്യത്തിലും ആ സന്നിധി വിട്ടകലാതെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ദാവീദിനെ പോലെ നമുക്ക് ബോധ്യമുള്ളവരായി തീരാം. നാം ആരായിരുന്നു? ദൈവം നമ്മളെ തിരഞ്ഞെടുത്തതാണ്. ആ സന്നിധി വിട്ടകലുവാൻ നമുക്കൊരിക്കലും സാധിക്കില്ല. ദൈവത്തോട് ചേർന്ന് നിൽക്കാം. യോനയെ പോലെ ഏൽപ്പിച്ച ശുശ്രൂഷകളെ മറന്നു കളയുന്നവരായിട്ടല്ല, ദൈവഹിതം നമ്മളിലൂടെ നിറവേറേണ്ടതിനായിട്ട് നമുക്ക് നമ്മളെ തന്നെ ദൈവസന്നിധിയിൽ താഴ്ത്താം, ഭരമേൽപ്പിക്കാം. ഈ ചിന്തകളാൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.